ഇനി എന്നോടൊപ്പം ഉള്ളത് പേര്? എൻ്റെ പേര് അശോകൻ. അശോകൻ, ഒരു നിമിഷം. അശോകൻ, ഇതാ അദ്ദേഹത്തിന്റെ ഓട്ടോ. ലക്ഷ്മി, അദ്ദേഹത്തിന്റെ ഓട്ടോ ആണ് ഇതാ ഈ കാണുന്നത്, ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഓട്ടോ അദ്ദേഹത്തിൻ്റെയാണ്. പുതുതായിട്ട് എടുത്ത ഓട്ടോ ആണ് അത്. ഓട്ടോയാണ് ഇപ്പോൾ എടുത്തിട്ട് 3 മാസമായിട്ടുള്ളത്. എടുത്തിട്ട് ഞാനിവിടെ ഓട്ടോ ഓടിച്ചിട്ട് ഉപജീവന മാർഗം നടത്തുന്ന ആളാണ്. ഞാനാണ് അന്ന് ഉച്ച മുതൽ ആളുകളെ അവരവരെ സ്വന്തം വീടുകൾക്ക്, കുടുംബക്കാരെ വീട്ടിലേക്ക് കുറേ ആൾക്കാരെ മാറ്റി പാർപ്പിച്ച് എൻ്റെ ഈ വണ്ടിയിലാണ്. ഞാൻ വണ്ടിക്കൂലി വരെ വാങ്ങാതെ ഒരു സേവന പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞാൻ ചെയ്തതാണ് അവരെ. എന്നിട്ട് രാത്രി 11 മണിക്കാണ് ഞാൻ ഇവിടുന്ന് ഓട്ടോ ഇവിടെ നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോയി അവിടെ വീട്ടിൽ പോയി ഒരു 12:30 1 മണിയായപ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് തിരിച്ച് ഞാൻ പാലത്തിൻ്റെ അതുവരെ വന്നപ്പോൾ നല്ല വെള്ളമുണ്ട് പാലത്തിൽ. ആ വെള്ളം കണ്ടപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ ഓടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗണ്ട് വരുന്നുണ്ട് മുകളിൽ നിന്ന് വരുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ ആ ബംഗ്ലാവിലേക്ക് ഓടിക്കയറി. അപ്പോൾ അപ്പുറത്തെ പാടിയിൽ കുറേ ആളുകളുണ്ട്. ആ പാടിക്കാരടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു എല്ലാവരും ഓടി മേലെ കയറിക്കൊള്ളുന്നത്. ഏതിലെ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇത് രാത്രിയല്ലേ, കറണ്ടും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടാണ്. ഇപ്പോൾ നമ്മളെ ഉപജീവന മാർഗം എന്ന നിലയ്ക്ക് ഈ ഓട്ടോറിക്ഷയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ ഈ 3 വാർഡാണ്, 10, 11, 12 ഈ 3 വാർഡിലുള്ള ആളുകൾ ഇനിയിപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ഇപ്പോൾ ആകെ സംശയത്തിൻ്റെ നേരിലാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 100-300ഓളം വീടുകൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആളുകൾ തന്നെ 100-800ഓളം ആളുകൾ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. അതിൽ 4-5 ആളുകൾ മിസ്സായിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ എന്നെ പരിചയമുള്ള ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ കുറേ ആളുകൾ ഫോൺ എടുക്കുന്നുണ്ട്, കുറേ ആളുകൾ ഫോൺ എടുക്കുന്നില്ല. എവിടെയാണ് എന്താണെന്ന് തന്നെ ഒരു പിടുത്തല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കുടുംബ സുരക്ഷിതമാണ്, കുഴപ്പമില്ല. കുടുംബ സുരക്ഷിതമാണ്. താമസിക്കുന്ന പാടിയിലാണ്, എസ്റ്റേറ്റ് പാടി. അതെ, ആ വീടിന് കുഴപ്പമുണ്ടോ? ആ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. അവിടെ വെള്ളം എത്തിയിട്ടില്ല. അവിടെ എത്തുന്നുള്ള പേടിയിലാണ്. രാത്രിയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ എവിടെ എത്തുന്നുള്ള ഒരു പിടുത്തല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. എൻ്റെ കൂട്ടുകാരൻ്റെ വീടുകൾ മൊത്തം പോയി. ഞാൻ അവരൊക്കെ അന്വേഷിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ഉറ്റവരാണ് എല്ലാവരും. നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. ഈ അങ്ങാടിയിൽ നിങ്ങളെല്ലാം ഒത്തുചേരുന്ന ഒരു സ്ഥലം? അങ്ങാടിയിൽ ഞങ്ങൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. രാവിലെ 6 മണിക്ക് ഞങ്ങൾ ടൗണിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 10 മണി വരെ രാത്രി 10 മണി വരെ ഞങ്ങൾ ടൗണിൽ എല്ലാവരും ഒത്തുകൂടി ജീവിക്കുന്ന ഒരു സഹോദരന്മാരെ പോലെ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ടൗണാണ്. ഈ ടൗണാണ് ഇപ്പോൾ ഇങ്ങനെ അനാഥയായി കിടക്കുന്നത്. ഇതിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ഇതാണ്. എൻ്റെ ഫ്രണ്ട്സുകളെ ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട്. അവരൊക്കെ ഞാനിപ്പോൾ തിരഞ്ഞു നടക്കുകയാണ്. അവരൊക്കെ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് 2-3 ആൾക്കാരെ കിട്ടിയത്. അവരെ വീട് പോയി, കുടുംബം നഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ ആൾക്കാരെ ഇപ്പോൾ കണ്ടുകിട്ടി. ഇപ്പോൾ അവരെ സാന്ത്വനിപ്പിച്ചും കൊടുക്കുകയാണ്, കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. വളരെ സജീവമായിട്ടുള്ള അല്ലേ, ഒരു സജീവമായിട്ടുള്ള ഒരു ടൗണാണിത്. ഈ ടൗൺ എന്ന് പറഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒത്തുകൂടി നല്ല സഹോദരന്മാരെ പോലെ അങ്ങനെ ഒത്തുകൂടി കഴിയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടായത്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലാം കൂടി നഷ്ടപ്പെട്ട് ഞങ്ങൾ ചിന്നിച്ചിതറിപ്പോൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഈ പാടിക്കീഴിൽ തന്നെയല്ലേ അമ്പലം പാടിൻ്റെ ഇവിടെ ഇപ്പുറം തന്നെയാണ് അമ്പലം ഉള്ളത്. അമ്പലം മൊത്തം പോയി. അമ്പലത്തിലുള്ള പൂജാരി ഉണ്ടായിരുന്നു. പൂജാരിനെ രാവിലെ ഞാൻ കണ്ട് സംസാരിച്ചതാണ്. പൂജാരി പറഞ്ഞു ഞാൻ നാട്ടിൽ പോവുകയാണ്, മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, ഞാൻ നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ ആളാണ്. ഒരു വൈകുന്നേരം നോക്കുമ്പോൾ, പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. അയാളെ ബോഡി കിട്ടി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. തമിഴ്നാട്ടിലുള്ള പൂജാരിയാണ് അദ്ദേഹം. രാവിലെ കണ്ട് സംസാരിച്ച് പോയ പൂജാരിയാണ്. അതിനുശേഷം ഞാൻ 2-3 ആൾക്കാരെ ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയിൽ തന്നെ മുണ്ടക്കായിൽ നിന്നും ചൂരൽമല ആസ്പത്രി പാടിയിൽ നിന്നും എല്ലാവരും അവരവരെ കുടുംബത്തിൻ്റെ വീടുകളിലേക്ക് എത്തിച്ചിട്ടാണ് ഞാൻ ഈ ഓട്ടോറിക്ഷ ഇവിടെ നിർത്തിപ്പോയത്. ഇല്ല, സാധാരണ ഇങ്ങനെ ഒരു ദുരന്തമൊക്കെ വരുമ്പോൾ ഒരു അപായ സൂചന നൽകാറുണ്ട്. സാധാരണ ഈ പ്രാദേശിക ഭരണകൂടം ഒന്നുകിൽ ഏതെങ്കിലും വാഹനത്തിലോ ജീപ്പിലോ അറിയിപ്പ് തരാറുണ്ട്. അങ്ങനെ ഒരു അറിയിപ്പും തന്നെ? അങ്ങനെ ഒരു അറിയിപ്പ് ഇവിടെ ഇതുവരെ ഈ ചുരൽമലയിൽ ഈ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് ഒരു അറിയിപ്പും കൊടുത്തിട്ടില്ല. അതിൽ പുഞ്ചിരിമട്ടത്തുള്ള ആദിവാസി കോളനിയിലെ കുറച്ച് ആളുകളെ മാത്രം, 10-25 ആളുകളെ മാത്രം ഈ സ്കൂളിൽ കൊണ്ടുവന്ന് താമസിച്ചു. അവർക്ക് ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഞാൻ ഉച്ചയ്ക്ക് ഈ ബഷീർ ഖാൻ്റെ ഹോട്ടലിൽ നിന്ന് 25 ഭക്ഷണം പൊതിയായിട്ട് ഞാൻ ഈ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നത്. ആ വണ്ടിക്കൂലി വരെ ഞാൻ വാങ്ങിയിട്ടില്ല. അങ്ങനെയാണ് അവരെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇനി പുഞ്ചിരിമട്ടത്ത് പോകരുത്, ഇന്ന് പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതിനുശേഷമാണ് ഇവിടെ ഒരു അറിയിപ്പ് കൊടുക്കുകയാണെങ്കിൽ, മറ്റുള്ളവർക്കൊക്കെ ഒരു അറിയിപ്പ് കൊടുക്കുകയാണെങ്കിൽ കുറേ ആളുകൾ മാറുമായിരുന്നു. കുറേ ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം മാറിയിട്ടുണ്ട്. കുറേ ആളുകൾ അവിടെ അവരവരെ വീട്ടിൽ തന്നെ നിന്നിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അവർ നിന്ന്. സ്കൂൾ റോഡിലൊന്നും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവും. അതുകൊണ്ടാണ് അവരങ്ങനെ നിന്നത്. നമ്മൾ ഉരുൾപൊട്ടിയ പുഴയിൽ കൂടെ പോകും എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഭരണാധികാരികൾ ഉണ്ടാകില്ല. ചൂരൽമല അങ്ങാടിയിൽ നിന്ന് ആ പരിസരവാസികളുടെ ദുഃഖകരമായ വാക്കുകളാണ് കേൾക്കുന്നത്. ഉറ്റവരും നഷ്ടപ്പെട്ടവർ, ജീവനോപാധി നഷ്ടപ്പെട്ടവർ, മാത്രമല്ല സുഹൃത്തുക്കളെ കാണാതായവർ ഒക്കെയുണ്ട്. അവരുടെ വിഷമം പങ്കുവെക്കുകയാണ്. അൽ നമ്പ്യാരാണ് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.